ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമയും ക്രിക്കറ്റുമായിരുന്നു എൻ്റെ വീക്ക്നെസ്. സിനിമയും ക്രിക്കറ്റും മാത്രമായിരുന്നു ലൈഫ്. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുക, സിനിമ കാണുക. ദൂരദർശനിൽ 9:30ക്കും 10:30ക്കും വരുന്ന ഹിന്ദി സിനിമ, ശക്തിമാൻ, അങ്ങനത്തെ പരിപാടികളൊക്കെ കണ്ടു വളർന്നു. 9:30ക്കും 10:30ക്കുള്ള ഹിന്ദി സിനിമയിൽ വിജയ് ദേവ്ഗൻ, ഷാറൂഖ് ഖാൻ, അക്ഷയ് കുമാർ, ഗോവിന്ദ, സണ്ണി ലിയോ, സഞ്ജയ് ദത്ത് എന്നിവരുടെ സിനിമയൊക്കെ കണ്ട് വളർന്നു. വീട്ടിൽ അങ്ങനെ TV മേടിച്ചു. ഞായറാഴ്ച മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര ദീനിയായിരുന്നു. അങ്ങനെ ഉപ്പ അറിയാതെ ഞാനും ഏട്ടനൊക്കെ ഓരോരുത്തർ വാതിലടച്ച് കാണുമായിരുന്നു. അതങ്ങനെ ഉപ്പ അറിഞ്ഞ് ഉപ്പ അങ്ങനെ TV കൊടുത്തു. അങ്ങനെ ചടച്ച് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയി ഇരുന്ന് TV കാണാൻ തുടങ്ങി. അങ്ങനെ സിനിമ കണ്ട് സിനിമാ മോഹമായി. അങ്ങനെ ഡാൻസ്, കുൻഫു, കളരിയൊക്കെ പഠിച്ചു. സിനിമ നടനാനുള്ള മോഹം. അങ്ങനെ നായകനാവണം എന്നുള്ള രീതിയിൽ ഞാൻ കഴിവ് തെളിയിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കഥ എഴുതി തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ ഒരു കഥ എഴുതിയിട്ട് ഒരു വെള്ളിയാഴ്ച കമൽ സാറിനെ വിളിച്ചു. സാർ, എൻ്റെ അടുത്തൊരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേൾക്കാമെന്ന് വിളിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ആകുന്ന എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യണം, 3 മാസത്തേക്ക് ഞാൻ ലോക്കാണ്, ഇപ്പോൾ കേൾക്കാൻ പറ്റില്ല. ആദ്യമായി ഞാൻ കഥ പറയുന്ന പ്രൊഡ്യൂസറാണ് സന്തോഷ് ടി കുരുവിള സാർ. MRAയിലെ സൂപ്പർവൈസറായ ജേക്കബ് എൻ്റെ ഫ്രണ്ടായിരുന്നു. ജേക്കബുമായി സംസാരിക്കുമായിരുന്നു എൻ്റെ കഥകൾ. അങ്ങനെ ജേക്കബിന് സന്തോഷ് ടി കുരുവിളയുടെ നമ്പർ തന്നു. അങ്ങനെ സന്തോഷ് ടി കുരുവിള സാറെ ഞാൻ വിളിച്ചു. അങ്ങനെ അയാൾ ലൊക്കേഷൻ അയച്ചു തന്നു. ഞാൻ വീട്ടിലെത്തി കഥ പറഞ്ഞു. 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു, കഥ കേട്ടു. അയാൾക്ക് കഥ ഇഷ്ടപ്പെട്ടു. നമുക്ക് ആഷിഖ് കപൂറിനോട് സംസാരിക്കാം, നീ ദുബായിൽ വായോ, ഗാങ്സ്റ്ററിൻ്റെ പ്രൊമോഷൻ അടുത്ത വെള്ളിയാഴ്ച ആഷിഖ് കപൂർ ദുബായിൽ വരുന്നുണ്ടെന്ന്. അങ്ങനെ ആഷിഖ് കപൂറിനെ കാണാൻ വേണ്ടി ഞാൻ ദുബായിലെത്തി. ഹോട്ടൽ ലോബിയിലിരിക്കുമ്പോൾ ഷേഖറും ബാസിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി കഥ പറഞ്ഞു. കഥ പറയുന്നപ്പോഴേക്ക് ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആഷിഖ് കപൂറിനെ ഷേഖറും ബാസിയും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അവർ കാറിലിരുന്നുകൊണ്ട്. അങ്ങനെ ആഷിഖ് കപൂർ എൻ്റെ കഥ കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഈ കഥ നീ തന്നെ ചെയ്യണം, ഇതിൽ ഒരുപാട് ഡിസ്കണക്റ്റും കണക്റ്റിലുള്ളതാണ്. അപ്പോൾ നിന്നിൽ ഒരു സംവിധായകനുണ്ട്, പക്ഷേ നീ എന്തെങ്കിലും ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്. 2-3 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നിട്ട് പ്രൊഡ്യൂസറെ നോക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ കഥയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, നായകനൊരു നെഗറ്റീവ് ഷെയ്ഡ്. മേ ബി അതായിരിക്കാം എന്ന് തോന്നുന്നു. അതൊക്കെ മാറ്റി പിന്നെ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. ഡയറക്ടർ നാദർശ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഷബീറെ നീ ഒരു 1 ലൈൻ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. കഴിഞ്ഞ കഥ പറച്ചിൽ കേട്ടപ്പം ഞാൻ ഈ അനുഭവങ്ങളൊക്കെ ഇവിടെ ചുമ്മാ ഞാൻ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അന്നപ്പോൾ ഞാൻ കൊച്ചി പോകുമെന്ന് വേറെന്തോ ആവശ്യത്തിനാവും കൊച്ചി പോകുന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മാസ്ക് എന്ന് പറഞ്ഞ സിനിമ ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിൻ്റെ ടൈമിന് എൻ്റെ കാറ് റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് അടിച്ച് 10-15,000 ഫൈനും പിന്നെ കാറ് ക്യാൻസലൊക്കെ ആയിപ്പോയിരുന്നു. എന്നിട്ടും ഞാൻ ഷൂട്ട് നിർത്താതെ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. 30,000 റിയാലുള്ള എനിക്ക് മാസ്കിന് ചിലവ് വന്നു. അന്നേരം എൻ്റെ വീട് പണിയും നടക്കുന്നുണ്ടായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പ്രവാസികളായ കുറേ നല്ല കലാകാരന്മാരുണ്ട്. അവരിൽ കഴിവുള്ളവരെ നിങ്ങൾ പരിഗണിക്കുക. ഒരു കഥ പറയാനോ സിനിമക്ക് അവസരം ചോദിച്ചു കഴിഞ്ഞാലോ ചാൻസ് കൊടുക്കുക. കാരണം അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്. അവരാണ് നിങ്ങളിവിടെ ഓരോ പ്രോഗ്രാം വരുമ്പോഴും അല്ലെ സിനിമ പ്രൊമോഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾ തോളിലേറ്റി നടക്കുന്നത്. പക്ഷെ അവരാരും നിങ്ങൾ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, മരിച്ച ഒരാളും ചാൻസ് കൊടുക്കില്ല. ഇവിടെ ഉള്ള തന്നെ ഒരുപാട് നല്ല പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഉണ്ട്. അവർക്ക് ചാൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. കഴിവുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾ വേണം ഈ പ്രവാസികളെ സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ